ഞാൻ അവിടെ വളരെ സെറ്റിൽമെൻറ്റ് കാര്യങ്ങളെല്ലാം ഞങ്ങളവിടെ സ്ട്രൈക്കിനൊരു ദിവസം ഇരുന്നു പലരും. അപ്പം ഞാൻ അപ്പോഴും എൻ്റെ മാനേജ്മെൻറ്റിനോട് ചോദിച്ചു, എനിക്ക് എന്തിൽ കുറവുണ്ടായിട്ടാണ് എന്നെ ടെർമിനേറ്റ് ചെയ്തത്. അവർക്ക് വാക്കുകളില്ല. അവർ പറഞ്ഞ് ഹൈലി പെയ്ഡ് ആയിട്ടുള്ളവരെ ഞങ്ങൾ ടെർമിനേറ്റ് ചെയ്യുവാണ്, ബിക്കോസ് ഞങ്ങൾക്ക് കോസ്റ്റ് റിഡക്ഷൻ, അതാണ് അവർ പറഞ്ഞ കാരണം. ഓക്കെ, ഞാൻ അതിനകത്ത് അപ്പോൾ ഞാൻ ഈശോയോട് ചോദിക്കുന്നുണ്ട്, ഈശോ എന്താ ഇതിൻ്റെ പദ്ധതി, എന്നെ എന്തുകൊണ്ടാണ് ഞാൻ ജോലി ഇല്ലാതായത്. 18 വർഷം ജോലി ചെയ്തിട്ട് നമ്മൾ പെട്ടെന്നൊരു ദിവസം വീട്ടിലിരിക്കുമ്പോൾ അതിൻ്റെ മാനസികാവസ്ഥ ജോലി ചെയ്യുന്നവർക്കറിയാം. അപ്പോൾ എൻ്റെ PhD ഒന്നും ആയിട്ടില്ല, ഒരു പബ്ലിക്കേഷൻ പോലും ആയിട്ടില്ല. ഞാൻ എൻ്റെ ഇനീഷ്യൽ കോഴ്സ് വർക്ക് മാത്രം തീർത്തിട്ടിരിക്കുകയാണ്, ഒന്നും. അപ്പോൾ ഓൾമോസ്റ്റ് 6 ഇയേഴ്സ് തീർന്നു, 5.5 ഇയേഴ്സ് തീർന്നു. പക്ഷേ എങ്കിലും പിന്നീട് 2019 മുതൽ ഞാൻ വീട്ടിലിരിക്കാൻ തുടങ്ങി. പിന്നെ പെട്ടെന്ന് കൊറോണ വന്നു. അപ്പോൾ എനിക്ക് മനസ്സിലായി ഞാൻ എന്തിനാണ്. അപ്പോൾ എൻ്റെ PhD ഞാൻ പയ്യെ ഓപ്പൺ ചെയ്ത് തിരിച്ചും പേപ്പറുകൾ എഴുതാൻ തുടങ്ങി. എൻ്റെ വർക്ക് അപ്പോഴാണ് ശരിക്കും ഞാൻ ആരംഭിച്ചത് തന്നെ. ഞാൻ എൻ്റെ ഓരോന്ന് വർക്കുകൾ ചെയ്യാൻ തുടങ്ങി. വീട്ടിലിരുന്ന് കുട്ടികളും ഭർത്താവും ഓരോരോ മുറികളിൽ ക്ലാസ്സുകൾ നടക്കുമ്പം എനിക്ക് കിട്ടുന്ന സമയം എല്ലാം ഇരുന്നുകൊണ്ട് കുറച്ചായിട്ട് പേപ്പറുകൾ 6 പേപ്പർ ഞങ്ങൾക്ക് പബ്ലിഷ് ചെയ്യണം.